വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വസതിയിലേക്ക് പോകാതെ 45 മിനിറ്റോളം അവിടെ തന്നെ തുടർന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാധാരണഗതിയിൽ കനത്ത സുരക്ഷയുടെ നിമിഷ നേരം കൊണ്ട് യാത്ര തിരിക്കുന്ന പ്രധാനമന്ത്രി എന്തിനാണ് ആ യാത്ര വൈകിപ്പിച്ചത്? അതിനുള്ള ഉത്തരം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ കരുതൽ എന്നതാണ്. നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് തന്റെ VIP വാഹന വ്യൂഹം കാരണം ഡൽഹിയിലെ നിരത്തുകളിൽ ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം ഈ ഒരു വലിയ തീരുമാനം എടുത്തത്. മെയ് മാസം നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് അത് റദ്ദാക്കേണ്ടി വന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്കെതിരാണ് എന്ന് പ്രതിപക്ഷം രാജ്യവ്യാപകമായി ആരോപണം ഉന്നയിക്കുന്നതിനിടയിലാണ് മോദിയുടെ ഈ ഒരു പ്രവൃത്തി വ്യാപകമായി ചർച്ചയാകുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ആ വീഴ്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം താനുണ്ടെന്ന് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചയ്ക്ക് 2 മണിക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കരുതി പരീക്ഷ തുടങ്ങിയ ശേഷം മാത്രമാണ് അദ്ദേഹം തന്റെ വസതിയിലേക്ക് മടങ്ങിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചകളിൽ നിന്നും തന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കാത്തുസൂക്ഷിക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു വശത്ത് പ്രധാനമന്ത്രി ഇത്തരമൊരു കരുതൽ കാണിക്കുമ്പോൾ മറുവശത്ത് വളരെ കർശനമായിട്ടുള്ള സുരക്ഷയിലാണ് NTA വീണ്ടും ഈ ഒരു പരീക്ഷ നടത്തിയത്. രാജ്യത്തുടനീളം 1.3 ലക്ഷത്തോളം CCTV ക്യാമറകളും 51,000-ൽ അധികം മൊബൈൽ ജാമറുകളും ഉപയോഗിച്ചാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ചത്. ഇത് സർക്കാരിന്റെ ഭരണപരമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചാലും കേന്ദ്ര സർക്കാർ എത്രത്തോളം ശക്തമായി അത് തിരുത്താൻ തയ്യാറാണ് എന്നതാണ് ഈ വലിയ സുരക്ഷാ സന്നാഹങ്ങളിലൂടെ രാജ്യം കണ്ടത്. വിദ്യാർത്ഥികളെ മുൻനിർത്തി പ്രതിപക്ഷം തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴാണ് യാതൊരു അവകാശവാദവുമില്ലാതെ പ്രധാനമന്ത്രി ഇത്തരമൊരു നീക്കം നടത്തിയത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ ഈ 45 മിനിറ്റ് കാത്തിരിപ്പിലൂടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിസ്റ്റത്തിന് തെറ്റുപറ്റിയാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എപ്പോഴും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒപ്പമാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ കൃത്യമായി നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.